ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയാലോ. കുറേ ദിവസത്തിന് ശേഷം അങ്ങനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് എൻ്റെ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വല്ലപ്പോഴൊക്കെ ഈ സാധനം ഉണ്ടാക്കി തരുമായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് ഗായ്സ് ഇത്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളെന്ന് പറയുമ്പം വളരെ കുറച്ച് സാധനങ്ങൾ മതി. പച്ചമാങ്ങ, ഉള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ സവാള, പച്ചമുളക്. ആദ്യം പച്ചമാങ്ങ എടുത്ത് ഇതേപോലെ നന്നായി കൊത്തി അരിഞ്ഞ് എടുക്കണം. ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിലെടുക്കാം. എനിക്കിവിടെ ചോപ്പറില്ല, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ കൊത്തി അരിയുന്നത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം മാങ്ങയെല്ലാം ഞാൻ കൊത്തി അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഉള്ളിയാണ് കൊത്തി അരിയാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ കുറച്ച് മാങ്ങ വാങ്ങിച്ചപ്പോൾ അതിൽ നിന്ന് 2 മാങ്ങ മാത്രമേ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. 2 മാങ്ങയും 2 സവാളയും 1 പച്ചമുളകുമാണ് ഞാൻ എടുത്തത്. അങ്ങനെ അതിനാവശ്യമായ 2 സവാള എടുത്ത് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. ഞാനീ ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം എൻ്റെ ഫ്രണ്ടിന് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോഴും അവളെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗായ്സ്, ഈ ഒരു സാധനം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളിത് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് അടിപൊളി ഐറ്റമാണ്. പിന്നെ ഗായ്സ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം സവാളയും പച്ചമാങ്ങയും എല്ലാം കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഗായ്സ്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ കുനുകുന അരിഞ്ഞിട്ടു. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു. ക്യാമറ ഓണെന്ന് കരുതിയാണ് ഞാൻ ഉപ്പും എണ്ണയും എല്ലാം ചേർത്ത് കൊടുത്തത്. പിന്നീടാണ് ഞാനത് ശ്രദ്ധിച്ചത്, ക്യാമറ ഓണാക്കിയില്ലായിരുന്നു. അങ്ങനെ എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് ഇത്തിരി കൂടെ നല്ലത്. പക്ഷെ ഞാൻ സ്പൂണ് കൊണ്ട് തന്നെ എല്ലാം നന്നായി ചേർത്ത് എല്ലായിടത്തും ഉപ്പൊക്കെ എത്തിച്ച് നല്ല സെറ്റാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.